ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായ ചിന്താരീതിയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്. അതനുസരിച്ച് ലൈഫ് സ്റ്റൈലിലും മാറ്റം വരും. ഒരു കാലഘട്ടത്തിൽ ജീവിതം ആസ്വദിക്കുന്നതിനാണല്ലോ ആൾക്കാർ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ സ്ത്രീ പുരുഷന്മാരെ എടുത്താലും അവർക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ലൈംഗികതയിലുള്ളത്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് പരിചയമില്ലാത്ത ആൾക്കാരുമായി ലൈംഗികത ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുടെ ലക്ഷണത്തെക്കുറിച്ചും അതിൻ്റെ കാരണത്തെക്കുറിച്ചും ഒക്കെയാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് കൂടുതൽ പരിചയമുള്ളവരെയാണ് ഇഷ്ടം. അവരോട് കൂടുതൽ സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നു, കൂടുതലായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യം കാണിക്കുന്നു. തന്നെയല്ല, അവരെ കൂടുതൽ വിശ്വസിക്കുകയും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തോ ഒരു സുരക്ഷിതത്വ ബോധം അടുപ്പമുള്ളവരോട് അവർക്ക് തോന്നുന്നുണ്ട്. എന്നാൽ ചിലർക്ക് അങ്ങനല്ല. പരിചയമുള്ളവരെ കുറച്ച് വിശ്വാസക്കുറവുണ്ട് ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ അധികം അടുക്കാറില്ല, അടുപ്പിക്കാറില്ല, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പറയാറില്ല. പക്ഷേ അപരിചിതരായിട്ടുള്ളവരോട് ഒരു പ്രത്യേക ആകർഷണം കാണിക്കാറുണ്ട്. ഒരേ നാട്ടുകാരല്ലാത്ത കുറച്ച് ദൂരെ താമസിക്കുന്നവരാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലൈംഗികതയിൽ സ്ത്രീയും പുരുഷനും ആശങ്കപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് അവർ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് അപമാനം, കളിയാക്കൽ, വിമർശിക്കൽ, കുറ്റപ്പെടുത്തൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമോ എന്ന പേടിയാണ്. എന്നാൽ നന്നായിട്ട് പരിപാടിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അപരിചിതരാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പങ്കാളിയോടാണെങ്കിൽ പോലും രഹസ്യമായിട്ടും വളരെ പേഴ്സണലായിട്ടും ഒക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നുവെച്ചാൽ ഈ സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങളൊന്നും മറ്റൊരാൾ അറിയരുത് എന്ന നിർബന്ധമുണ്ട്. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് ലൈംഗികതയും ഒരാളോടുള്ള വിശ്വാസവും തമ്മിൽ വളരെയേറെ ബന്ധമുണ്ട്. നല്ല ആരോഗ്യവും സന്തോഷവും നല്ല ഷേപ്പും ഒക്കെയുള്ള സ്ത്രീകളെ സംബന്ധിച്ച് എന്നുവെച്ചാൽ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നവരുണ്ടല്ലോ. അതുപോലെ സ്വന്തം വിചാരങ്ങളെ മാനിക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് ഈ ലൈംഗികത എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. മിക്കവാറും പേര് അത് പുറമേ പറയുന്നില്ലെങ്കിലും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്വാദന കേന്ദ്രം അതുതന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഒരു സമയത്താണ് അവർ സ്വന്തം ശരീരത്തെ അടുത്തറിയുന്നതും സ്വയം മറക്കുന്നതും മറ്റൊരു ലോകത്തേക്ക് പോകുന്നതുമൊക്കെ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, എല്ലാവരും ഒരേപോലല്ല ഇതിനെ നോക്കിക്കാണുന്നത്. ചിലർക്ക് ഈ സമയത്ത് പലതും പ്രകടിപ്പിക്കേണ്ടതായിട്ടുണ്ട്, പലതും പറയേണ്ടതായിട്ടുണ്ട്, പലതും കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിന് പൂർണ്ണമായ വിശ്വാസമുള്ള ഒരാളായിരിക്കണം. പക്ഷേ ചില പുരുഷന്മാർക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായാൽ, എല്ലാവർക്കും അല്ല, ചിലർക്ക് അത് അവരുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനോട് പറയണം എന്നൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ഒരു സ്ത്രീ ഇപ്പം ഇവരോട് എന്തെങ്കിലും പേഴ്സണലായിട്ട് സംസാരിച്ചാൽ തന്നെ അത് കൂട്ടുകാരോട് പറയണം എന്നൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പല പുരുഷന്മാരും ഇതിനെ ഒരു ക്രെഡിറ്റായിട്ട് കാണുന്നു, കഴിവായിട്ട് കാണുന്നു, കൂട്ടുകാരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനുള്ളൊരു ഉപാധിയായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ ഇത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ സ്ത്രീകൾ പൊതുവേ ഇതിനകത്ത് കോൺഷ്യസ് ആണ്. ചില പുരുഷന്മാർക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കൂട്ടുകാരോടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിന് ഒരു പ്രത്യേക രസമുണ്ട്. കൂട്ടുകാർക്കാണെങ്കിൽ ഈ സമയത്ത് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ സ്ത്രീകൾ പൊതുവെ ഇങ്ങനെയുള്ളവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് അവർക്കുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഇവർക്ക് അറിയായിരിക്കും. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് സ്ത്രീകൾ അപരിചിതരോട്, എന്നുവെച്ചാൽ അവരെ അറിയാത്തവരോട്, അവർക്കറിയാത്തവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അവരോടുള്ള വിശ്വാസം കൊണ്ടൊന്നും അല്ല കേട്ടോ. ഇനി അവർ മറ്റൊരാളോട് പറഞ്ഞാലും ഇവരെ ബാധിക്കില്ല എന്ന ഫീലാണ്. സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ മുഴുവൻ വിചാരങ്ങളെയും കണ്ണുകളിൽ കൂടി പ്രകടമാക്കാനുള്ള കഴിവുണ്ട്. എന്നുവെച്ചാൽ സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും നിരാശയാണെങ്കിലും അല്ലെങ്കിൽ ദേഷ്യമാണെങ്കിലും ലൈംഗികതയാണെങ്കിലും എല്ലാം തന്നെ കണ്ണുകളിൽ കൂടി അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു കാര്യം നോട്ടത്തിൽ കൂടിയാണ് ആദ്യമായിട്ട് ഷെയർ ചെയ്യുന്നത് തന്നെ. അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ തന്നെ അതിന് പറ്റിയ ഒരാളായിരിക്കണമല്ലോ. പിന്നെ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ചുരുക്കം ചില കേസുകളിൽ ഇവർ തന്നെ നല്ല പരിചയമുള്ളവരാണെങ്കിലും കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ അതുപോലെ വിശ്വാസമുള്ളവരായിരിക്കണം. പക്ഷേ നമ്മളിവിടെ പറയുന്നത് അപരിചിതരോട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താല്പര്യമുള്ള സ്ത്രീകളെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് സാഹചര്യത്തിൽ ചെയ്താലും അതിനകത്ത് ഭയം വരുവാണെങ്കിൽ അത് ആസ്വദിക്കാൻ പറ്റത്തില്ല. അപ്പം മറ്റാരെങ്കിലും അറിയുമോ എന്ന പേടിയാണ് കൂടുതലായിട്ടും വരുന്നത്.
അതുപോലെ കുറച്ച് ദൂര സ്ഥലമായിരിക്കും അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നതും തിരഞ്ഞെടുക്കുന്നതും. പിന്നെ ഇതിനകത്തുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അപരിചിതരെന്ന് പറയുമ്പം അതിനകത്തൊരു പ്രത്യേക ആകാംക്ഷയുണ്ട്. മനസ്സുകൊണ്ട് അതിനകത്തൊരു ത്രില്ല് കണ്ടെത്തുന്നുണ്ട്. തന്നെയല്ല, അതിനകത്തൊരു പുതുമ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്, ഒരു വെറൈറ്റി കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇതിനോട് വളരെയേറെ ആഴത്തിൽ ഇഷ്ടമുള്ള ഒരാളിൻ്റെ ലക്ഷണമാണ്. ചുരുക്കി പറഞ്ഞാൽ രഹസ്യമായിരിക്കും, ആരും അറിയില്ല. അതുമാത്രമല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.